ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിന്ന് ഗുരുവായൂർ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്താട്ടോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. നമുക്ക് 5:30-ക്കുള്ള ട്രെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 4:30-ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ടിക്കറ്റും ഏത് പ്ലാറ്റ്ഫോമും അതൊക്കെ നോക്കുമായിരുന്നേ. ഞങ്ങളിത് ട്രെയിനിൽ കയറിയിട്ടോ. കുഞ്ഞാറ്റൊരു സ്നാക്സൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾ 12:30 ആയപ്പോൾ ഗുരുവായൂർ എത്തിയിട്ടോ. പിന്നെ ഇവിടെ ഓട്ടോയൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 1/2 കിലോമീറ്ററോളം നടന്നു ഗുരുവായൂർ അമ്പലം വരെ. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് എത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ മേടിച്ചു. ഞങ്ങൾ അമ്പലക്കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോഴാണ് അച്ചി ഒരു കഥ പറയുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് അച്ചി കുളത്തിലിറങ്ങി അവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഇരിപ്പുണ്ട്. ആ കുളം നീന്തി കിടന്ന് കൃഷ്ണൻ്റെ കഴുത്തിലൊരു ഹാരം ഇട്ടിട്ടുണ്ടോ. ആ കഥയൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുവാണ്. ഇത് ഞങ്ങളുടെ അപ്പനാണ് കേട്ടോ. ഞങ്ങളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. നമ്മൾ തലേ ദിവസമേ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടു. അമ്പലത്തിൻ്റെ തൊട്ടടുത്താട്ടോ റൂമൊക്കെ. റൂമെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വീട് പോലെ ആയിരുന്നു. 2 റൂമും ഓരോ ഹാളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ തൊട്ടടുത്താട്ടോ. അപ്പോൾ ഞങ്ങൾ ആ റൂമിലൊക്കെ എത്തി ഫ്രഷായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. സമയം 1:30 ആയിട്ടുണ്ട് ഇപ്പോൾ. ഞങ്ങൾ തിരിച്ചങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ റൂമിൽ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വർത്താനം പറഞ്ഞ് കളിച്ചും ചിരിച്ചും അങ്ങനെ സമയം പോയി. നൈറ്റ് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോയിട്ടോ. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മയിൽപ്പീലി മേടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മയിൽപ്പീലിയൊക്കെ മേടിച്ചു. ഞാൻ ഉണ്ണിക്കണ്ണൻ്റെ ചെറിയൊരു കീ ചെയിനൊക്കെ മേടിച്ചിട്ടോ. ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് രാവിലത്തെ ചായ വടയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ തെക്കേനടയുടെ ഭാഗത്താട്ടോ നിൽക്കുന്നത്. ഇവിടെ വലിയ ഗുരുവായൂരപ്പൻ്റെ വലിയ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഉച്ചയൂണിന് സമയം കേട്ടോ. ഞങ്ങളങ്ങനെ ഒരു ആര്യ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് സദ്യ കഴിക്കാനായിട്ട്. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഒരു ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാൻ പറ്റി. എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു ഗുരുവായൂർ യാത്ര. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.